ഇവിടെ ജോലിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതും കളയിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ തന്നെ വേണ്ടോളം ചീത്തപ്പേരുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതൊരു അംഗൻവാടിയാണ്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കും. ഞാൻ കാത്തുനിൽക്കാം. എന്തേലും സംസാരിക്കാനുള്ളത്? ക്ഷമിക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ മറക്കുന്നു അല്ലേ? ക്ഷമിച്ചു, എല്ലാം മറന്നു പോരെ? ഒരു പെണ്ണ് ഇത്രയും കാലം കാത്തിരിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. അതെന്റെ ബുദ്ധിയില്ലായ്മ. ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നു. മണ്ടി. എനിക്കൊരു വിഷമമില്ല. ഇപ്പൊ ദേഷ്യം എനിക്ക് എന്നോട് തന്നെ. നാട്ടിലേക്ക് വരണമെന്നും കത്തെഴുതണമെന്നും ഒക്കെ ആലോചിച്ചിരുന്നതാ. അതിനിടയ്ക്ക് എനിക്കതൊന്നും കേൾക്കണ്ട. നിങ്ങൾക്കെല്ലാം ഉണ്ടായല്ലോ, ഭാര്യ, കുട്ടികള്, എല്ലാം. സന്തോഷമുള്ളൂ എനിക്ക്. ഇനിയും ജീവിതം പാഴാക്കണോ? ഇനി എന്ത് പാഴാകാൻ? പാഴായല്ലോ. സുകുമാരൻ കൊള്ളാം, കണ്ടുപിടിച്ച വഴി കൊള്ളാം. എന്തെളുപ്പാ. സുകുമാരനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചേ? അയാളിപ്പോഴും കല്യാണമൊന്നും കഴിക്കാതെ. അതുകൊണ്ട് ഉടനെ സുകുമാരനെ കെട്ടണം അല്ലേ? നിങ്ങൾക്കൊക്കെ അത് പറ്റും. ഒരു സ്ലേറ്റിൽ എഴുതിയതുപോലെ എന്തും വായിക്കാം, പുതിയത് എഴുതാം. ഞങ്ങൾ ബുദ്ധിയില്ലാത്തവര് അത് പഠിച്ചില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. ചിലതൊക്കെ മായ്ക്കണം, മറക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കണമെന്ന് വാശി പിടിച്ചാൽ നടക്കുമോ? അവനിപ്പോഴും ഇഷ്ടമാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ, അപമാനിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും എന്നെ നോക്കി സംരക്ഷിച്ചു. ആ പേര് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. സുഖുവിനോട് ഞാൻ സംസാരിച്ചു നോക്കട്ടെ? വേണ്ട, എനിക്ക് ആരുടെയും വക്കാലത്ത് വേണ്ട. ഓർമ്മയുണ്ടോ? എന്നെ കാത്തിരിക്കാനെന്ന് അറിഞ്ഞു പക തീർക്കാൻ അറിഞ്ഞുകൊണ്ട് അത്ര വല്ല തെറ്റാണ് ഞാൻ സുഖുവിനോട് ചെയ്തതെങ്കിൽ സുഖുൻ എന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. വേണേ കൊല്ല, അതാ നിന്ന് തരാം. പക്ഷെ അതിനുമുമ്പ് ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് സുഖു എന്നോട് പറയണം. അന്നും ഇതുപോലെ സുഖു തന്നെ എൻ്റെ നേരെ കത്ത് കിട്ടിയത്. ഞാൻ മനഃപൂർവ്വം കുത്തിയതല്ല, അറിയാതെ കൊണ്ടു. അതല്ലടാ, എന്റെ ജീവിതത്തിൽ നീ അവളെ തട്ടിയെടുത്തില്ല. എന്നിട്ടിപ്പോ അവളെ നീ പറ്റിച്ചില്ല. എന്റെ അവളുടെ ജീവിതം നീ അല്ലടാ പട്ടു. വിടവനെ, വിടവനെ, കൊല്ലുന്നെ കൊല്ലട്ടെ. അവനോട് നീയൊന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാൽ മനസ്സിലാവാത്ത ജാതിയാണ്. എന്താണ്ടിരിക്കുക, മനസ്സിലാകുമെന്ന് നമുക്ക് നോക്കാം. എന്താ നീ ആന തളച്ചിട്ട് വരിക? അത് ചോദിക്കാൻ നിങ്ങളാരാ? ആനയുടെ മുതലാളിയാ? നിന്റെ ചൂട് ഇനി അറിയില്ലേ? എടാ, അവൻ നിന്നോട് വഴക്കനൊന്നും വന്നതല്ല. പിന്നെന്താ, ഉമ്മ വെക്കാൻ വന്നതാ? ഉമ്മ വയ്ക്കാൻ പറ്റിയ ഒരു മോന്ത. എടാ, അതൊക്കെ പോയി ആ രാഗിണിയോട് പറ. ഒരുവരെ കുണഞ്ഞ വർത്താനം പറഞ്ഞാണ്ടല്ലോ. എന്നോട് കിട്ടാറുണ്ടാ അത് കൊള്ളാം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? എടാ, അവന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ആർക്ക്? അവന്. പിന്നെ അവൻ വെട്ടുപോത്ത് നോക്കണ എന്ത് നോക്കണല്ലോ. എനിക്ക് അവന്റെ ഒരു പുല്ലും കേൾക്കണ്ട. അവിടെ നിന്ന പറയട്ടെ. നീ കുട്ടികളെ പോലെ അവിടെ നിക്കാൻ ഇങ്ങോട്ട് വാ. ഇതെടുക്കാൻ മറന്നു. എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? വഴി മാറ്. വഴി മാറാൻ തന്നെയാ വന്നത്. ഇങ്ങോട്ട് വാടോ. അങ്ങോട്ട് ചെല്ലടാ. രാവിലെ പറഞ്ഞില്ലേ സ്ലേറ്റിൽ എഴുതിയ പോലെ മായ്ക്കാൻ പറ്റില്ല എന്ന്. മായ്ക്കാം, കാലം മായ്ച്ചോളും.
പക്ഷെ ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുക, മായ്ക്കാൻ പറ്റില്ല. ചേരേണ്ടവർ നിങ്ങളാ, വഴി മുടക്കുന്നത് ഞാനാ. ദാ ഞാൻ വഴി മാറുന്നു. സാരല്ല, കണ്ണീരുള്ളു ശുദ്ധാക്കും, കനപ്പ് പോവും, കരഞ്ഞു തീരട്ടെ. ഹേയ്, എന്നാ അവര് കരഞ്ഞു തീർക്കട്ടെ, അതിന് വഴി മുടക്കി നിൽക്കണോ? ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അവളോടും. ഞാൻ പോണതിന് മുമ്പ് കാണാം. ഒക്കെ ശരിയാവും. സമ്മതിച്ചു നിന്നെ. അല്ല, വെട്ടുപോത്തിനെ പോലെ ഇങ്ങനെ കൊല്ലാൻ വന്നവനെ നീ എന്ത് പറഞ്ഞാ മയക്കേ? മനുഷ്യന്മാർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല. അതിനിത്തിരി ധൈര്യവും ക്ഷമയും മാത്രം മതി. ഇതൊന്നും നിനക്ക് പണ്ടുണ്ടായിരുന്നില്ലല്ലോ, എവിടുന്ന് പഠിച്ചു? 2 ഗുരുക്കന്മാരാ എനിക്ക്, ഒന്നീ ജീവിതം, ഒന്നെന്റെ ഭാര്യ. കലി കിടങ്ങിയപ്പോ എനിക്ക് തോന്നി അയാൾ പറഞ്ഞത് ശരിയാണെന്ന്. അയാളെ തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ലല്ലോ നടക്കണത്. ഇങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടാവും. ഞാൻ പറയണത് കേൾക്കണുണ്ടോ? എന്നെ നിനക്കിനി അങ്ങനെ കാണാൻ പറ്റണില്ലെങ്കിൽ ആങ്ങളായിട്ട് തന്നെ കണ്ടാ മതി. ആനയെ തിളച്ചില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ലെങ്കിൽ നീ വീട്ടിലേക്ക് വാ. സുഖേട്ടാ, എന്തിനാ ഇങ്ങനെ സ്നേഹിക്കണേ? എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും. അത് എന്ന് ചോദിച്ചാ എനിക്കിഷ്ടമുണ്ടായിട്ട്